വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും റൈസിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ചധികം മല്ലിയിലയും കറിവേപ്പിലയും 4 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കപ്പളവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ടൈമിന് നിങ്ങളുടെ കയ്യിൽ ബദാമും പിസ്താഷ്യൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂ നട്ട് തേങ്ങയും നന്നായിട്ട് നരച്ചെടുക്കാനുള്ളതാണിത്. ബദാമും പിസ്താഷ്യം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുന്ന ടൈം കൊണ്ട് 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ക്രഷ് ചെയ്തെടുത്ത മല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മല്ലീൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തെടുത്തിരുന്നു. ആ ടൈമിന് ക്യാമറ ഓഫ് ആയതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലെ വെള്ളം വറ്റുന്ന ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങയും കാഷ്യൂ നട്ടും ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം അരച്ച് മാറ്റി വെച്ച തേങ്ങയും കാഷ്യൂ നട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് തന്നെ ഒഴിക്കാനും വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക്. ഇത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം വറ്റുന്ന ടൈം കൊണ്ട് നമ്മൾ ചിക്കനും കുക്കായി വരും. ഇതിലേക്ക് നമ്മൾ തക്കാളിയോ ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്യാമറൻ്റെ ഇതുകൊണ്ടും പിന്നെ ലൈറ്റും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.